പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച നടക്കാനിരുന്ന അമേരിക്കൻ ഇറാൻ സമാധാന ചർച്ചകൾ റദ്ദാക്കി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ജനീവയിലേക്കുള്ള തന്റെ യാത്രാ പദ്ധതികൾ റദ്ദാക്കിയതോടെ ശാശ്വതമായ ഒരു വെടിനിർത്തൽ സാധ്യമാകുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം വീണ്ടും വർദ്ധിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾക്കാണ് ഈ പിന്മാറ്റം തിരിച്ചടിയായി മാറുന്നത്. കരാർ നടപ്പിലാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആസൂത്രണം ചെയ്യാൻ ലക്ഷ്യമിട്ടായിരുന്നു വാൻസിന്റെ സന്ദർശനം തീരുമാനിച്ചത്. ഈ ചർച്ചകളുടെ മുന്നൊരുക്കങ്ങൾ ഒരിക്കലും ലളിതമോ മുൻകൂട്ടി പ്രവചിക്കാവുന്ന ആയിരുന്നില്ല എന്ന് വൈറ്റ് ഹൗസ് വക്താവ് വ്യാഴാഴ്ച രാത്രി പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. പദ്ധതികൾക്ക് അന്തിമ രൂപം ലഭിച്ചാലുടൻ യാത്ര തിരിക്കാൻ വേണ്ടി വാൻസും അമേരിക്കൻ പ്രതിനിധി സംഘവും തയ്യാറായിരുന്നു. ബെർഗൻസ്റ്റോക്ക് മലമുകളിലെ റിസോർട്ടിൽ വെച്ച് നടക്കാനും ചർച്ചകൾ ഉണ്ടാകില്ലെന്ന് സ്വിറ്റ്സർലൻഡ് വിദേശകാര്യ മന്ത്രാലയമാണ് സ്ഥിരീകരിച്ചത്. അതേസമയം ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുമില്ല. ചർച്ചകളിൽ നിന്ന് പിന്മാറാനുണ്ടായ കൃത്യമായ കാരണത്തെക്കുറിച്ച് വൈറ്റ് ഹൗസോ ചർച്ച മാറ്റിവെച്ചതിനെക്കുറിച്ച് സ്വിറ്റ്സർലൻഡ് അധികൃതരോ ഇതുവരെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുമില്ല. ബുധനാഴ്ച ഒപ്പുവെച്ച 14 കരാർ വഴി താൽക്കാലിക വെടിനിർത്തൽ കാലാവധി കുറഞ്ഞത് 60 ദിവസത്തേക്ക് കൂടി നീട്ടിയിരുന്നു. പിന്നാലെ സാങ്കേതിക ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ അറിയിക്കുകയും ചെയ്തിരുന്നു. വെള്ളിയാഴ്ച നടക്കാനും ചർച്ചകൾ റദ്ദാക്കിയതിനോട് ഇറാനും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചർച്ചയാണ് അവസാന നിമിഷം ഇങ്ങനെ റദ്ദാക്കിയത്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത കാത്തിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ ഒപ്പിട്ടെങ്കിലും ഇസ്രായേൽ ഇപ്പോഴും ലെബനോണിൽ ആക്രമണം തുടരുന്നത് സമാധാന നീക്കങ്ങൾക്ക് തിരിച്ചടിയായിട്ടുമുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടെങ്കിലും ഇസ്രായേൽ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല. ഇറാൻ അമേരിക്ക ധാരണാപത്രത്തെ വിമർശിച്ച ഇസ്രായേലിനെതിരെ JD വാൻസ് നേരത്തെ പരസ്യമായി രംഗത്ത് വന്നതോടെ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഭിന്നത കൂടുതൽ രൂക്ഷമാവുകയും ചെയ്തു. യുദ്ധത്തിന് വിരാമമാകുന്ന കരാർ നിലവിൽ വന്നിട്ടും ലെബനോണിൽ നിരന്തരം ആക്രമണം നടത്തുകയാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 16 പേരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ഒരു രാത്രി മുഴുവൻ ലെബനോണിൽ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. ആ പ്രദേശത്ത് കടുത്ത പോരാട്ടം നടക്കുന്നതായി ഹിസ്ബുള്ളയും റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ അമേരിക്ക യുദ്ധത്തിന് വിരാമമാകുന്ന കരാർ നിലവിൽ വന്നത് യുദ്ധം തുടങ്ങി 111-ാം ദിവസമാണ്. 4 ആഴ്ച കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്ന യുദ്ധമാണ് 4 മാസത്തോളം നീണ്ടുപോയത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളും കരാറിലെത്തുമ്പോൾ മേഖലയിൽ നിന്നും ഭീതി പതിയെ ഒഴിയുകയാണ്. ഈ കരാർ പ്രാബല്യത്തിൽ വന്നതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഇസ്മായിൽ ബഗേ ടെഹ്റാനിൽ പറഞ്ഞിരുന്നു. അമേരിക്ക കരാർ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഇറാൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. കരാർ ലംഘിച്ചാൽ തിരിച്ചടിക്കുമെന്നും ഇറാൻ സൂചന നൽകിയിട്ടുണ്ട്.